ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 5 മണിവരെ നിർത്തിവച്ചു. തുടക്കത്തിൽ 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും ബഹളത്തെ തുടർന്ന് അധിക നേരം തുടരാനായില്ല. സഭയുടെ സുഗമമായ നടത്തിപ്പ് തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും കരാർ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, വിവിധ വ്യവസായ മേഖലകൾ എന്നിവയ്ക്ക് കരാർ പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് കരാർ സംബന്ധിച്ച സുപ്രധാന നീക്കമുണ്ടായതെന്നും ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാർ അന്തിമ രൂപത്തിലെത്തിയതെന്നും ശ്രീ ഗോയൽ ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സഹകരണമാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് കേന്ദ്രമന്ത്രി പ്രസ്താവന നടത്തിയത്. ആധാർ വിവരശേഖരത്തിന്റെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്തുന്നതിനായി ഇതുവരെ 2.5 കോടിയിലധികം പരേതരുടെ ആധാർ നമ്പറുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജ്ജീവമാക്കിയതായി കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അറിയിച്ചു. മരിച്ച വ്യക്തികളുടെ ആധാർ നമ്പറുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയുന്നതിന്റെയും ക്ഷേമ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുന്നത് ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. 134 കോടി സജീവ ആധാർ ഉപഭോക്താക്കളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനമാണ് ആധാർ എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് ഉന്നയിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. സഭാ കവാടത്തിലെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷം വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സഭയിൽ നടന്നത് ലോകം കണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് സ്വയം ന്യായീകരിക്കുകയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നതായും ഭരണപക്ഷം ആരോപിച്ചു. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ വീണ്ടും സഭ സമ്മേളിക്കും. കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവിധ വിഷയങ്ങളിൽ അവഗണന കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചട്ടം 118 പ്രകാരമുള്ള ഗവൺമെന്റ് പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളം ഏതാനും വർഷങ്ങളായി മുന്നോട്ട് വച്ച ന്യായയുക്തമായ പല ആവശ്യങ്ങൾക്കും കേന്ദ്രം പരിഗണന നൽകുന്നില്ലെന്ന് പ്രമേയത്തിൽ പറയുന്നു. KSRTC കിഴക്കേക്കോട്ടയിൽ ആശുപത്രി തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സൗകര്യം ഇവിടെ ഏർപ്പെടുത്തും. 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും ക്രമീകരണം. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമെന്ന് മന്ത്രി വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ചു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക്ഭവനിലെ KR നാരായണൻ പ്രതിമയിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തി. കേരളത്തിലെ യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന അക്ഷരം ആരോഗ്യം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് മറ്റന്നാൾ നിർവഹിക്കും. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ആരോഗ്യ അവബോധവും മികച്ച ആരോഗ്യശീലങ്ങളും കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരള അന്തർദേശീയ ഫോക്ലോർ ഫെസ്റ്റിവലിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. തൈക്കാട് പോലീസ് പരേഡ് മൈതാനത്ത് നടക്കുന്ന ഫെസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കലാപരിപാടികളും ഭക്ഷണമേളയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. ഈ മാസം 9 വരെ നടക്കുന്ന മേളയിൽ 10ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോക്ക് കലാകാരന്മാർ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ എറണാകുളത്ത് നടക്കും. പെരുമ്പാവൂരിലെ ഹോട്ടൽ VKJ ഇന്റർനാഷണലിൽ PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.